ഇന്ന് ഓഗസ്റ്റ് 2 കത്തോലിക്ക സഭയിലെ തന്നെ ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചന ദിവസമാണ്. അതായത് പോർസിംഗുല ദണ്ഡവിമോചനം. ഇന്ന് ഈ ഒരു പോർസിംഗുല ദണ്ഡവിമോചന ദിനത്തിൽ നമ്മൾ ഇന്നൊരു പോർസിംഗുല സ്പെഷ്യൽ ഓട്ടോയിൽ നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ കൂടെ നമ്മളിന്ന് പോകുന്നത് ചാലക്കുടി വഴി എലിഞ്ഞപ്രയിലേക്കാണ്. അവിടെ എലിഞ്ഞപ്ര കപ്പൂച്ചൻ മൈനർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികൾ ഒരുക്കിയ ഒരു മനോഹരമായ ഫ്രാൻസിസ് അസീസിയുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ എലിഞ്ഞപ്രയിലുള്ള ഈ ഒരു ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആ എക്സിബിഷൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർസിംഗുള ദേവാലയത്തിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് അകത്ത് ആ ഒരു എക്സിബിഷനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടാണ് പോർസിംഗുള ദണ്ഡവിമോചനം നിൽക്കുന്നതും. ഇത് പണിതത് ഫ്രാൻസിസ് അസീസിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ വൈദിക വിദ്യാർത്ഥികൾ ഇവർ കുറേ പേരുണ്ട്. 4 പേര് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇവരാണ് ഈ ഒരു എക്സിബിഷൻ്റെയും ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സിബിഷൻ ഇന്ന് പോർസിംഗുള ദണ്ഡവിമോചന ദിവസമാണ്. ഈ ഒരു ദേവാലയം അതിന് പിന്നിൽ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ പണിതിരിക്കുന്നത് ഈ ഒരു പോർസിംഗുള പള്ളിയാണ് അല്ലേ? അതെ അതെ. ഈ ഒരു എക്സിബിഷൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ പോർസിംഗുല പള്ളിയാണ്. കാരണം പോർസിംഗുല പള്ളിയിൽ വെച്ചിട്ടാണ് വിശുദ്ധ ഫ്രാൻസിസിന് ഈശോയും മാതാവ് പ്രത്യക്ഷപ്പെട്ട് കാലാകാലത്തേക്കുള്ള പരിപൂർണ ദണ്ഡവിമോചനം ദൈവം അനുവദിച്ചു കൊടുത്തത്. അപ്പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാന ഘടകമാണ് പോർസിംഗുല പള്ളി. അപ്പോൾ ഇന്നൊരു എക്സിബിഷൻ എന്ന ആ പള്ളിയിൽ ഓഗസ്റ്റ് 2 കാലാകാലം ഓഗസ്റ്റ് 2 ഈ പള്ളിയിൽ വന്ന് അനുദപിച്ച് കുമ്പസാരിക്കുന്ന ഏതൊരാൾക്കും പരിപൂർണ ദണ്ഡവിമോചനം, അതായത് കുമ്പസാരിക്കുമ്പോൾ പാപം മാത്രമേ നമ്മൾ മോചിക്കുകയുള്ളൂ, എന്നാൽ കാലിക ശിക്ഷ അതിലുണ്ടാവും. പക്ഷേ ഈ ഒരു ദിവസം ദൈവം അനുവദിക്കപ്പെട്ട പ്രത്യേകം കരുണ ചൊരിഞ്ഞ ഒരു ദിവസം പുറസങ്ങളിൽ വന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിക്കുന്നവർക്ക് പരിപൂർണ ദണ്ഡവിമോചനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം മരിച്ച അപ്പ സ്വർഗത്തിലാണ്. അതെ, അതേപോലെ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുമ്പസാരിച്ച് അല്ലേ, ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന കൂടണം, കൈക്കൊള്ളണം അല്ലേ, അതിനുശേഷം മാർപ്പാപ്പയുടെ നിയോജനം പ്രാർത്ഥിക്കാം. അപ്പോൾ അത്തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നേരത്തെ ബ്രദർ ക്രിസ്റ്റി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ മരിച്ച സ്വർഗത്തിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ചരിത്രം. അദ്ദേഹം സ്വന്തം കരങ്ങൾ കൊണ്ട് പുനരുദ്ധരിച്ച ദേവാലയമാണ്. ഈ ദേവാലയത്തിലാണ് ഈശോയും പരിശുദ്ധ അമ്മയും മാലാഖ വൃന്ദവും എല്ലാം ഫ്രാൻസിസിന് പ്രത്യക്ഷപ്പെട്ടത് അല്ലേ? ഫ്രാൻസിസ് തന്നെ അന്ത്യനിമിഷം ചെലവഴിച്ചതും ഈ ഒരു പോർസിംഗുല ദേവാലയത്തിലാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ദണ്ഡവിമോചനം ആരംഭിച്ചതല്ല. മാലാഖമാരുടെ പള്ളി എന്നാണ് യഥാർത്ഥത്തിൽ പോർസിംഗുല ദേവാലയം അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാവിന്റെ ഒരു കട്ടൗട്ടറും പിന്നെ കുറച്ച് നമ്മുടെ ഉണ്ണി മാലാഖമാർ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു മാലാഖ ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ട്. നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഏറ്റവും ആദ്യം വന്നിരുന്ന ഒരു ഓട്ടോ ഉണ്ട് അല്ലേ? ഫ്രാൻസിസ് അസീസി വളരെ സന്തോഷത്തോടെ ഈ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ. വാടാ പിള്ളേരെ കയറിക്കോ അല്ലേ, കളറായിട്ട് ഒരു ഫോട്ടോ ഒക്കെ പിടിച്ചാലോ? അതെ, ഇതൊരു വെറൈറ്റി ആയിട്ടല്ലേ, സാധാരണ നമ്മൾ കാണാറില്ലല്ലോ. ഫോട്ടോ ഫ്രെയിമാണ് ഇത്. ആളുകൾക്ക് വരുന്നവർക്ക് ഫോട്ടോ കാണാൻ. എന്നാലും ചാലക്കുടി വഴി എലിഞ്ഞപ്രയിലേക്ക് അങ്ങനെ ഫ്രാൻസിസ് അസീസിയുടെ ഓട്ടോയിലൂടെ തന്നെ നമുക്ക് ഈ ഒരു എക്സിബിഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇത് എന്താണ് വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് അസീസി വയലിൻ അല്ലേ? അതെ, ഫ്രാൻസിസ് അസീസിയുടെ സൂര്യകീർത്തനത്തിന്റെ ഒരു അവതരണമാണ്. അത് സാധാരണ രീതിയിലല്ല, നമ്മളൊരു കാർട്ടൂണിക് രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതായത് ഇതിന്റെ ഒരു കോണ്ടക്സ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രാൻസിസ് അസീസിക്ക് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ ആള് ശരിക്കും മതി മറന്നു പോകും. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പുള്ളിക്കാരൻ ഒരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പ്രകൃതി മൊത്തം അദ്ദേഹത്തോട് ഇങ്ങനെ കൂടിച്ചേർന്ന് അതൊരു ആനന്ദത്തിന്റെ ഒരു മുഹൂർത്തമായിട്ട് തീരും. പിന്നെ ഒരു ചെന്നായയുടെ ഒരു മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രാൻസിസിന്റെ ലൈഫിലെ ഏറ്റവും ഒരു ചങ്ങാതിയായിരുന്നു ചെന്നായ. ഒരു കൂട്ടുകാരനായിരുന്നു. അത് ഫ്രാൻസിസിയുടെ അത് പുള്ളിക്കാരൻ മാനസാന്തരപ്പെടുത്തിയൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തത്ത, പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളൊരു മയിലിനൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ സ്റ്റാറും കാര്യങ്ങളും, പിന്നെ സൂര്യൻ, വെള്ള കളറുള്ള മയിൽ, അതോടൊപ്പം തന്നെ കോഴി അല്ലേ, പൂവൻ കോഴി. ഒരു പൂവൻ കോഴി, അതൊരു ഇന്ത്യൻ സ്റ്റൈൽ ആയിക്കട്ടെ.
എന്തായാലും ഈ ഒരു പ്രകൃതി മൊത്തം ഫ്രാൻസിസിന്റെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്ന അല്ലെ, ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വളരെ സുന്ദരമായ മനോഹരമായ ഒരു അനുഭൂതി അല്ലെ. അതെ. ഇത് ഉണ്ടാക്കിയതൊക്കെ നിങ്ങളെ കൂടി തന്നെയാണ് അല്ലെ? ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു ചിന്തയും ഈ ഒരു ആശയമൊക്കെ മനസ്സിൽ വന്നത് അതൊരു കപ്പൂച്ചിൻ സ്പിരിറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. എല്ലാവരും കൂടിയും പറഞ്ഞു വന്നപ്പോൾ എടാ ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അപ്പൊ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നാണത്. അപ്പൊ ഇതാണ് ആ ഒരു സൂര്യകീർത്തന ചരിത്രത്തിൽ 1225 തോന്നുന്നു. അതെ, സൂര്യകീർത്തനം വിശുദ്ധ ഫ്രാൻസിസ് അസീസി രചിച്ചത്. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1225 സെയിന്റ് ഫ്രാൻസിസ് അസീസിക്ക് ആൾക്ക് തിമിരത്തിന്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിമിരത്തിന്റെ ഈ ഒരു അസുഖം ഉള്ള സമയത്ത് അദ്ദേഹത്തിന് വളരെ ഒരു വിശ്രമത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടിലായിരുന്നു സാന്താമിയാനോ മഠം എന്ന് പറയുന്നതിന്റെ ഒരു ആ പറമ്പിൽ തന്നെയുള്ള ഒരു കുടിലായിരുന്നു ഇത്. പക്ഷേ ആ കുടിലിൽ അദ്ദേഹം താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കണ്ണിന്റെ വേദനയും അതുപോലെ പഞ്ചക്ഷതത്തിന്റെ വേദനയും പിന്നെ അത് മാത്രമല്ല അവിടെ കുറെ എലികളുടെ ശല്യവും അങ്ങനെ മറ്റു പല ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഫ്രാൻസിസ് ഈ സഹനത്തിന്റെ ഒക്കെ ഒരു വേദനയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ, അതായത് ഇതിങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു വേദന പങ്കുവെച്ച സമയത്ത് ശരിക്കും കർത്താവ് ഒരു അശരീരിയായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദമാണിത്, ഫ്രാൻസിസെ പറയൂ നിന്റെ സഹനങ്ങൾക്ക് പ്രതിസമ്മാനമായി നിനക്ക് ലഭിക്കാതിരിക്കുന്ന അമൂല്യമായ സ്വർഗീയ സമ്പത്താണെങ്കിൽ നിനക്ക് സന്തോഷമാകില്ലേ. ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ ഫ്രാൻസിസിന് ജീവിതത്തിൽ അതായത് ആ ഒരു സമയത്ത് വളരെ അതിയായ ഒരു സന്തോഷം അനുഭവപ്പെട്ടു. ആ സന്തോഷത്തിന്റെ തികവിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസ് സകല സൃഷ്ടികളെയും കൂട്ടിച്ചേർത്ത് ദൈവസ്തുതിക്കായി കൂട്ടിച്ചേർത്ത് എഴുതപ്പെട്ട ഒരു കാവ്യമാണ് ശരിക്കും സൂര്യകീർത്തനം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലും കർട്ടണിലായിട്ട് ഫ്രാൻസിസിനെ കുറിച്ച് ഭക്തികളെ കുറിച്ച് അല്ലെ, ഈ ഭക്തികൾ എന്ന് എഴുതിയിരിക്കുന്നത് ഫ്രാൻസിസിന് ഉണ്ടായിരുന്ന ഭക്തികളാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് പേഴ്സണൽ ആയിട്ടുണ്ടായിരുന്ന ഭക്തികളാണ്. ഉണ്ണീശോടുള്ള ഭക്തി, ദൈവപിതാവിനോട്, പരിശുദ്ധ അമ്മയോട്, ഈശോയുടെ തിരുഹൃദയത്തോട്, പിന്നെ ഈശോ എന്ന നാമത്തോടുള്ള ഭക്തി, പിന്നെ ഞാൻ അവിടെ സെയിന്റ് മിഖായൽ മാലാഖയോടുള്ള ഭക്തി, മാലാഖമാരോടുള്ള ഭക്തി, പിന്നെ അതുപോലെ പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തി, അങ്ങനെയുള്ള കുറച്ച് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. ഇങ്ങനെ 9 ഭക്തികളാണ് പ്രധാനപ്പെട്ടത്. 9 ഡിവോഷനാണ് ഫ്രാൻസിസിനുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫ്രാൻസിസിന്റെ ഭക്തികളെ കുറിച്ചൊക്കെ ചിന്തിച്ച് കിടക്കുമ്പോൾ ഇവിടെ കാണാവുന്ന കുറെ ഫോട്ടോകൾ, കുറെ വിശുദ്ധരല്ല പക്ഷേ പുണ്യാത്മാക്കളാണ് അല്ലേ? അതും എനിക്ക് തോന്നുന്നു 20-ാം നൂറ്റാണ്ടിലെ അതെ, വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുണ്യാത്മാക്കൾ. അതിൽ വിശുദ്ധരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധരാവൻ, ധന്യൻ, ദേവദാസി അല്ലെങ്കിൽ ദേവദാസൻ, വാഴ്ത്തപ്പെട്ടവൻ, ആ ഒരു പദവിയിലുള്ള 20-ാം നൂറ്റാണ്ടിലെ കുറേ പുണ്യാത്മാക്കൾ, അതായത് നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലെത്തിയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ദൃശ്യങ്ങളാണ് ഈ രണ്ട് സൈഡിലും വളരെ മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമുക്കതൊന്ന് കാണാം. നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് അല്ലേ? ഈ രണ്ട് സിസ്റ്റേഴ്സിനെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗ്ഗരാജ്യം അവരുടേതാണ്. ഇന്ന് ഇവരുടെ ജാമ്യാപേക്ഷ മൂവ് ചെയ്യുകയും കൂടെയാണ്. ആ ദിവസം തന്നെയാണ് ഇന്ന് ഒരു എക്സിബിഷനിൽ തിരുഹൃദയത്തിൽ ഈ രണ്ട് സന്യാസിനിമാരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നത് ഒരു ഡാർക്ക് റൂമിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെളിച്ചമില്ല, പക്ഷെ അവിടെ കുറെ കാര്യങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എന്താണെന്ന് പറയും. അത് ലോകത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതകാരി എന്നറിയപ്പെടുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. അൽവർണ മലയിൽ വെച്ച് വിശുദ്ധ സെറാഫിക് മാലാഖയിൽ നിന്ന് പഞ്ചക്ഷതം ഏറ്റുവാങ്ങുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ഒരു സംഭവമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്നത് UV ലൈറ്റ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് കണ്ണിന് കുറച്ചുകൂടി കാണാൻ എളുപ്പമാണ്. പിന്നെ ഒരു ഗ്രിഗോറിയൻ ചാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വൈബ് അത് വേറെയാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ വരുന്നത് ഈ ഒരു പോർസ്യുങ്കള ദണ്ഡവിമോചനം
സംഭവിച്ചതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയാണ് നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞു. എങ്കിലും അതിന് എങ്ങനെ സംഭവിച്ചു, എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവരെ ഇവിടെ വളരെ മനോഹരമായിട്ട് ഒരു ദൃശ്യാവിഷ്കരണത്തിലൂടെ, അതായത് അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ച് കുറേ ഫോട്ടോകൾ വെച്ച് പറഞ്ഞത് എങ്ങനെയാണ്. ഇപ്പം ഏറ്റവും ആദ്യം ഫ്രാൻസിസ് അദ്ദേഹം വനത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലേ? ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് സെയിൻറ്റ് ഫ്രാൻസിസിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, വേഗം തന്നെ നീ പള്ളിയിലേക്ക് ചെല്ലുക, ഈശോയും പരിശുദ്ധ കന്യാമറിയും മാലാഖ വൃന്ദങ്ങളും നിന്നെ കാത്ത് പോർച്ചുഗലിൽ ഇരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഈ മാലാഖയുടെ ഇത് കേട്ട ഉടനെ ഫ്രാൻസിസ് നേരെ എഴുന്നേറ്റ് പോർച്ചുഗല പള്ളിയിലേക്ക് പോകുന്നു. ഒരു വനത്തിലൂടെ ഓടുന്ന കാഴ്ച ഇവിടെ കുറച്ചുകൂടി ഒരു പിക്ചർ. അതിനുശേഷം ഫ്രാൻസിസ് നേരെ ചെന്ന് ഈശോയും മാതാവിന് നേരെ കണ്ടു വണങ്ങുന്നു. അതുകൊണ്ട് നേരെ ഈശോ ചോദിക്കുകയാണ് ഫ്രാൻസിസിനോട്, ഫ്രാൻസിസെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള ആഗ്രഹം ചോദിച്ചു കൊള്ളുക എന്ന് ഈശോ ചോദിക്കുക. അപ്പോൾ ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്, ദിവ്യനാഥ അങ്ങേക്ക് സ്തുതി, ഈ മഹാപാപിക്ക് അനവധി അനുഗ്രഹങ്ങൾ അങ്ങ് നൽകി, എല്ലാ പാപങ്ങളും എന്നെ മോചിച്ചതിന് അങ്ങേക്ക് നന്ദി. എന്നാൽ ഈ ലോകം മുഴുവനുമുള്ള പാപികളെ പ്രതി ശരിക്കും ഫ്രാൻസിസ് വേദനിക്കുന്നുണ്ട്, അദ്ദേഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പാപികളെ പ്രതി അവർക്ക് വേണ്ടി അങ്ങയുടെ രക്തം മുഴുവൻ അങ്ങ് ചിന്തിയല്ലോ, അത് കണ്ട് അങ്ങയുടെ അമ്മ, അങ്ങയുടെ നല്ല അമ്മ കരഞ്ഞുവല്ലോ, ഈ അമ്മയെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ അമ്മയുടെ നാമത്തിൽ ചോദിച്ചുകൊണ്ട് തന്നെ ഈശോ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് വേണ്ടത്? തീർച്ചയായും. അപ്പൊ അത് ഫ്രാൻസിസ് ശരിക്കും ഒരു അവസരമായിരുന്നത്. അപ്പൊ ഫ്രാൻസിസ് ചോദിച്ചു, മാലാഖമാരുടെ രാജ്ഞിയായ അമ്മയുടെ നാമത്തിൽ പണി കഴിച്ചിട്ട് ഈ ദേവാലയത്തിൽ കയറി നല്ല കുമ്പസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് പരിപൂർണ്ണ ദണ്ഡവിമോചനം നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻസ് ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ അത് ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഈശോ അമ്മേനെ നോക്കുമ്പോൾ അമ്മ സമ്മതം പോകുന്ന രീതിയിൽ ഇങ്ങനെ തലവണിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു പാപമോചനം കൊടുക്കുന്നതിന് മാതാവിന്റെ സമ്മതം, മാതാവിന്റെ സാന്നിധ്യം ഓരോ ക്രൈസ്തവന്റെ ജീവിതത്തിലും അത് വലിയൊരു സാന്നിധ്യമാണ്, വലിയൊരു മധ്യസ്ഥമാണത്. മാതാവിന്റെ സമ്മതം വാങ്ങിയതിനു ശേഷം മാത്രമാണ് ഈശോ സമ്മതം കൂടിയത് അല്ലേ? അതിനുശേഷം ഈശോ സമ്മതം കൊടുക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് ആനന്ദപ്രദമായ ഈ അനുഗ്രഹം ഞാൻ നിനക്ക് നൽകുന്നു, പക്ഷെ എൻ്റെ വികാരിയുടെ അടുത്ത് ചെന്ന് വാങ്ങിക്കൊള്ളാം, അതായത് മാർപ്പാപ്പയുടെ അടുത്ത് ചെന്ന് വാങ്ങിക്കൊള്ളാം. അങ്ങനെ ഈ പരിപൂർണ്ണ ദണ്ഡവിമോചനത്തിനായിട്ട് ഫ്രാൻസിസ് സഹോദരന്മാരും മാർപ്പാപ്പയെ കാണാൻ പോകുന്ന കാഴ്ചയാണ്. അങ്ങനെ അവർ അവിടെ ചെല്ലുന്നു, വിശുദ്ധ ഫ്രാൻസിസ് സഹോദരന്മാരും പരിശുദ്ധ പിതാവിനെ കണ്ടു വന്ദിക്കുന്നു. അങ്ങനെ മാർപ്പാപ്പയെ കാണുമ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ പറയുന്നത്, അപ്പോൾ പിതാവേ മാലാഖമാരുടെ രാജ്യം ഇങ്ങനെ ഒരു പള്ളി ഞാൻ പണിതിരുന്നു, ഈ പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുന്ന ദണ്ഡവിമോചനം ലഭിക്കുവാൻ അല്ലെങ്കിൽ അനുവദിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. പക്ഷേ ഞാൻ അനുവദിക്കുന്നു, എത്ര നാളത്തേക്കാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലയളവ് ഉണ്ടായിരുന്നു ശരിക്കും. പക്ഷേ ഫ്രാൻസിസ് ശരിക്കും പറയാണ്, പിതാവേ ഇത്ര നാളത്തേക്കെന്നല്ല, ആത്മാക്കളുടെ രക്ഷയ്ക്കായി എക്കാലത്തേക്കും, അതായത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ, ലോകാവസാനം വരെ എക്കാലത്തേക്കും വേണമെന്നാണ് ഫ്രാൻസിസ് അപേക്ഷിച്ചത്. ഇത് ചോദിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇത് അപേക്ഷിക്കുവാനായിട്ട് ഈശോയാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് തനിക്കുണ്ടായ ദർശനത്തെ വിവരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദർശനത്തെ കേട്ട ഉടനെ നമ്മുടെ മാർപ്പാപ്പ അംഗീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ അനുവദിക്കുന്നു. ഓഗസ്റ്റ് 1 വിശുദ്ധ പത്രോസ്ലീഹ ജയിൽ വിമോചിതനായ ദിവസം. അതിന്റെ പിറ്റേന്ന് 2 ഫ്രാൻസിസിന്റെ പോർച്ചുഗലിൽ ദണ്ഡവിമോചനം. അങ്ങനെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി. അങ്ങനെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഓഗസ്റ്റ് 2 നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു പോർച്ചുഗല ദണ്ഡവിമോചനത്തിലേക്ക് നയിച്ചതിന്റെ പിന്നിലുള്ള സംഭവം നമുക്കറിയാം. ഈശോയും മാതാവും അതോടൊപ്പം തന്നെ മാലാഖ വൃന്ദങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നൽകുന്ന ഒരു ദണ്ഡവിമോചനം. കത്തോലിക്ക സഭയിൽ ആദ്യത്തെ പൂർണ്ണ ദണ്ഡവിമോചനം. എനിക്ക് തോന്നുന്നു നമ്മുടെ ലോകം മുഴുവനുമുള്ള കത്തോലിക്കര് ഈ ഒരു സുവർണ അവസരം അല്ല, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, അത് പൂർണ്ണമായ ദണ്ഡവിമോചനം, ഒരു കുമ്പസാരിച്ചാൽ മാത്രം കിട്ടുന്ന പോലെയല്ല, അതുമായി തന്നെ കാലിക ശിക്ഷയിൽ നിന്നുകൂടി നമുക്ക് മോചനം നൽകുന്ന വളരെ ഒരു സുവർണാവസരമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഗുഡ്നസ് ടിവിയിലൂടെ എല്ലാം ഇന്നലെ മുതൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ ഇന്ത്യയിൽ എവിടെയായാലും, ഈ ലോകത്തിൻ്റെ എവിടെയായാലും ഫ്രാൻസിസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുക, അവിടുത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുക. അവർ കുമ്പസാരിച്ചിരിക്കണം, കുമ്പസാരിച്ച് പാപമോചന ആയിരിക്കണം. അത്തരത്തിൽ അവർ കുർബാന സ്വീകരിച്ച് മാർപ്പാപ്പയുടെ നിയോഗത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. എന്തായാലും നമ്മൾ വളരെ മനോഹരമായി തന്നെ ആ ഒരു ചരിത്രങ്ങളെല്ലാം കണ്ടു. ഐ ലവ് ഫ്രാൻസിസ് എന്നുള്ളത് ഫ്രാൻസിസ് നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലേ? സഭയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഫ്രാൻസിസ് പിതാവ് മാർപ്പാപ്പ, അദ്ദേഹം ഫ്രാൻസിസിനെ ആയിരുന്നു അനുകരിച്ചിരുന്നത്. അങ്ങനെ ഫ്രാൻസിസ് അസീസിയുടെ ഈ ഒരു പോർച്ചുഗല ദണ്ഡവിമോചന ദിനത്തിൽ
ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു ചരിത്രം മൊത്തം ഈ ഒരു എക്സിബിഷനിലൂടെ ഇവർ വളരെ മനോഹരമായി തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. ഇവർ ചാലക്കുടി അടുത്തുള്ള എലിഞ്ഞപ്രാം ബെത്ലഹേം മൈനർ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളാണ്. ഇവരെ ഒരു 39ഓളം പേരുണ്ട്. ഇവർ ഒരുമിച്ചാണ് ഇത് മൊത്തം ചെയ്തത്. അതിൽ കുറച്ച് പേരാണ് നമുക്ക് വിശദീകരിച്ചു തരാനായിട്ട് ഇവിടെ വന്നത്. എന്തായാലും വളരെ മനോഹരമായി നമുക്കത് അനുഭവിക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒപ്പം തന്നെ ഫ്രാൻസിസ് അസീസിയുടെ നാമധേയത്തിലുള്ള ദേവാലയം കൂടിയാണ്, ഒരു കപ്പുച്ചൻ ആശ്രമം കൂടിയാണ് ഈ ഒരു എലിഞ്ഞപ്ര പള്ളി. ഇവിടെയാണ് ഇന്ന് ഒരുപാട് വിശ്വാസികൾ ഒഴുകുകയാണ്. രാവിലെ മുതൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. രാത്രി 8 മണി വരെ വിശുദ്ധ കുർബാന ഈ ദേവാലയത്തിലുണ്ട്, കുമ്പസാരമുണ്ട്, ആരാധനയുണ്ട്. ഇതിലൂടെയൊക്കെ ഈ ഒരു ദണ്ഡവിമോചനം പ്രാപിക്കാൻ ഒരുപാട് വിശ്വാസികൾ ഒഴുകി വരുന്ന കാഴ്ചയാണ്. എല്ലാവർക്കും നന്ദി.